പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ധനക്ലേശം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് കാശൊക്കെ വേണം. ഇത് കൃത്യമായ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് പെടുകയും ചെയ്യും. പലപ്പോഴും ധനക്ലേശം വന്ന് കൂടുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു, എൻ്റെ സമയദോഷം കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പൗരാണികമായിട്ടുള്ള നമ്മുടെ ഒരു അറിവാണ്. അത് ഹൈന്ദവതയിൽ മാത്രം പറയുന്ന കാര്യമല്ല. നാട്ടാചാരത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാളുടെ കയ്യിൽ ധനം നിലനിൽക്കണമെങ്കിൽ അയാൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ആദ്യകാലത്ത് നന്നായിട്ട് ധനം ഉണ്ടായിട്ട് പിന്നീട് ധനം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലരും എൻ്റെ ഉറവിടത്തെ അന്വേഷിച്ച് പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യത്തിന് കാശൊക്കെ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് ജീവിച്ച് പോകുന്ന ഒരാളും എപ്പോൾ വേണമെങ്കിലും കടക്കണിയിലും പ്രശ്നത്തിലും ചെന്ന് പെടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന 8 കാര്യങ്ങളെ പാലിച്ചിരിക്കണം. ഈ ധനം എന്ന് പറയുന്ന ലക്ഷ്മി ഭഗവതിയാണ്. ആ ഭഗവതി സുസ്ഥിരമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതവൃത്തിയിൽ ചെറിയ മാറ്റങ്ങൾ വേണം. നിങ്ങൾ വിശ്വാസിയാണെങ്കിലോ അല്ലെങ്കിലോ നിങ്ങൾക്കിത് പാലിക്കാവുന്നതേ ഉള്ളൂ. അത്തരം കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരാൾ ധനക്ലേശം വന്ന് കൂടിയിട്ട് ഇത് ആചരിക്കുന്നതിനേക്കാളും ധനക്ലേശം വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ പാലിച്ചു പോകാമെങ്കിൽ ഇവർക്ക് പണം സംബന്ധിയായിട്ടുള്ള അധികം ബാധ്യതകൾ വന്നു കൂടുകയില്ല. ഇനി ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ പണപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 8 കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുക. പതിയെ പതിയെ നിങ്ങളുടെ ആ ക്ലേശങ്ങളുടെ ഒരു കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഇപ്പോൾ വലിയൊരു തുക നിങ്ങൾക്ക് ബാധ്യതയിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇത് ഓക്കെ ആവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുവർത്തിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടുകയും പതിയെ പതിയെ ലക്ഷ്മി കടാക്ഷം വർദ്ധിച്ച് നിങ്ങളുടെ ആ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഞാൻ ലളിതമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരികയും ചെയ്യാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്, റെക്കമെൻഡേഷനായിട്ടൊക്കെ ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ കീഴിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തൂ. അപ്പോൾ ധനക്ലേശം ഒഴിവാക്കണം. നമ്മുടെ കയ്യിൽ അധ്വാനിക്കണ കാശ് അത് കയ്യിൽ നിലനിൽക്കണം. ചുമ്മാ ആവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടായിട്ട് ജീവിതം പ്രതിസന്ധിയിലായി പോകരുത് എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് പാലിക്കാവുന്ന 8 കാര്യങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കാല് നനയ്ക്കാതെ പുറത്തിറങ്ങരുത്, കാല് നനയ്ക്കാതെ അകത്ത് കയറരുത് എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും ചുവട് വയ്ക്കുക എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി. അതായത് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കർമ്മത്തിന് ഉപകരിക്കുന്ന നമ്മുടെ കാൽപാദങ്ങൾ എപ്പോഴും സംശുദ്ധമായിരിക്കണമെന്ന് പറയണേ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ കാല് നമ്മൾ നനച്ച് നന്നായിട്ട് കഴുകി, അതായത് കുളി, ശൗചം കൃത്യമായിരിക്കണം. നഖങ്ങളിലൊന്നും ഇങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ശുദ്ധി ഉണ്ടാവണം. കാലിൻ്റെ വിരലുകൾക്കിടയിൽ അഴുക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ശുദ്ധീകരിച്ചിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനെന്ന് പറയുന്നു. അതായത് കുളി, ശുചി. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കാല് വൃത്തിയാക്കിയിട്ട് അകത്ത് കയറാവും. പണ്ടുള്ള തറവാടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, പുറത്ത് കിണ്ടിയിൽ ജലം വെച്ചേക്കും, അത് വെച്ച് കാല് കഴുകിയിട്ട് നമ്മൾ അത് കയറാവും. ഇന്ന് നമുക്ക് പുറത്ത് വെള്ളം സൂക്ഷിക്കാനുള്ള രീതികളുണ്ട്. നമുക്ക് ആ രീതിയിൽ ആ ടാപ്പ് തുറന്ന് കാലൊക്കെ കഴുകിയിട്ട് അകത്ത് കയറാം. പക്ഷെ അത് അനുവർത്തിക്കാതെ ചിലപ്പം പുറത്തു പോയ രീതിയിൽ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് അകത്ത് കയറുക, ചിലപ്പോൾ മുഷിഞ്ഞ നാറിയ സോക്സൊക്കെ, ചെരുപ്പൂരിയിടും സോക്സൊക്കെ ഇട്ട് ഇങ്ങനെ കയറി വരുന്ന ആൾക്കാരുണ്ട്. പുറത്തുനിന്ന് നിങ്ങൾ ദുർഗന്ധവും കൊണ്ടാണ് അകത്ത് കയറി വരുന്നത്. ദയവേത് അങ്ങനെയുള്ളവർ പുറത്ത് വെച്ച് ആ സോക്സൊക്കെ അഴിച്ച് കാല് ഒന്ന് ശുചീകരിച്ച് അകത്തേക്ക് കയറി വരുമ്പോൾ ലക്ഷ്മി വാസത്തോടു കൂടി കയറി വരാൻ ശ്രദ്ധിക്കണം. ആ കാൽപാദം അകത്തേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ, വീട്ടിലേക്ക് വയ്ക്കുമ്പോൾ അതൊരു ഐശ്വര്യത്തോടു കൂടി വയ്ക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം ഗുണകരമാവൂ, ആരോഗ്യം ഗുണകരമാവൂ, സാമ്പത്തിക മേന്മയുള്ളതാവൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, എച്ചിൽ കൈ ഉണങ്ങരുത് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വലത് കൈ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ബഹുഭൂരിപക്ഷം വരെ. ചിലരൊക്കെ ഇടത് കൈ കൊണ്ട് കഴിച്ചേക്കാം. 2 കൈ കൊണ്ട് ചപ്പാത്തിയൊക്കെ മുറിച്ച് തിന്നുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും വലം കൈ ഉപയോഗിക്കുക എന്നുള്ളതാണ് രീതി. ഈ കയ്യിൽ എച്ചിലിരുന്ന്, അതായത് ഭക്ഷണാവശിഷ്ടങ്ങളിരുന്ന് ഉണങ്ങരുതെന്നാണ്. എന്നാൽ പല വീടുകളിൽ നിന്ന് കാണുന്നത് TV-യുടെ മുന്നെയോ മൊബൈൽ ഫോണിൻ്റെ മുന്നെയോ മണിക്കൂറുകളോളം, ചിലപ്പം 3/4 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ വരെയൊക്കെ ചിലർ ചിലവഴിക്കും. ഫുഡൊക്കെ നേരത്തെ കഴിച്ചു കഴിയും. ഇത് കയ്യിലിരുന്ന് ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും. ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്.
ഭഗവതിയുടെ കടാക്ഷം കിട്ടേണ്ടതാണ് നമ്മുടെ ഹസ്തം എന്ന് പറയുന്നത്. അവിടെ എച്ചിലിരുന്ന് ഉണങ്ങുന്നത് നമ്മുടെ കർമ്മശേഷിയെ കുറയ്ക്കും, നമ്മുടെ ധനവരവിനെ കുറയ്ക്കും. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരാളല്ല, എല്ലാവരും ഈ കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനക്ലേശം വരുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. മൂന്നാമത്തെ കാര്യം, ഗൃഹത്തിൽ ദേവീ ചിത്രം വേണമെന്നുള്ളതാണ്. ഇത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. മറ്റു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിന് സാധ്യമായില്ല എന്ന് വന്നിക്കാം. എങ്കിലും വീട്ടിൽ ദേവിയുടെ ഒരു ചിത്രം, ലക്ഷ്മി ഭാവത്തിൽ ഒരു ദേവി അവിടെ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതില്ലാത്ത വീടുകളിൽ പലപ്പോഴും ഈശ്വരാധീനത്തിൻ്റെ കുറവ്, ലക്ഷ്മിയുടെ കടാക്ഷത്തിൻ്റെ കുറവുണ്ടാവും. അല്ലെങ്കിൽ ശ്രീയന്ത്രം പോലെ, ശ്രീചക്രം പോലെ എന്തെങ്കിലും ഒന്ന് വച്ച് പൂജിച്ചാലും മതി. പരമാവധി ഒരു ദേവിയുടെ ചിത്രം വീട്ടിലുണ്ടായിരിക്കണം. അത് ആ വീട്ടിലെ ധനഭാവത്തെ ക്രമീകരിക്കാനും അവിടെ അത്തരം ആകർഷണത്വങ്ങൾ കൂടി വരുന്നതിനും കാരണമാക്കുന്നതാണ്. നാലാമത്തത്, കാലിപ്പേഴ്സ് ചുമക്കരുത് എന്നുള്ളതാണ്. ഇന്ന് മിക്കവരുടെ കയ്യിലും പേഴ്സൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് UPI വഴിക്കോ മറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡൊക്കെയാണ് പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കയ്യിൽ പണം കൊണ്ട് നടക്കാറില്ല. എന്നാൽ ചിലരാട്ടെ കാലിപ്പേഴ്സ് ചുമന്ന് നടക്കാറുണ്ട്. അവരുടെ കുറച്ച് ഐഡൻറ്റിറ്റി രേഖകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സ് വെച്ചിരിക്കുന്നത്. അതിൽ കുറേ പേര് ഡിജി ലോക്കറിലൊക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് ആ ഗണത്തിലും പേഴ്സ് ആവശ്യമില്ല. എന്നാൽ പേഴ്സ് കൊണ്ട് നടക്കുമ്പോൾ അതൊരിക്കലും ഒഴിഞ്ഞിരിക്കരുതെന്നാണ്. അതിനകത്ത് നോട്ടും വേണം, നാണയവും വേണം. കുറഞ്ഞ പക്ഷേ 1 രൂപയുടെ ഒരു നാണയം വേണം, ഒരു 10 രൂപ നോട്ടെങ്കിലും അതിനകത്ത് വച്ചിരിക്കണം. കാര്യം കാലിപ്പേഴ്സായിട്ട് ചുമന്ന് നടന്നു കഴിഞ്ഞാൽ അത് ശൂന്യമായിട്ടുള്ള ധനഭാവത്തെയാണ് കാണിക്കുന്നത്. നമുക്ക് ധനവരവിനെ അത് നഷ്ടപ്പെടുത്തി കളയും. മാത്രമല്ല ഈ പേഴ്സ് കീറിയതോ അല്ലെങ്കിൽ ആ പേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകളോ ഉണ്ടാവരുത്. മാത്രമല്ല ആ പേഴ്സിൽ വിപരീത ചിഹ്നങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ജോക്കറുടെയൊക്കെ ചിത്രം പതിപ്പിച്ച് ഡെബിളിൻ്റെയൊക്കെ പടം വെച്ച പേഴ്സുകൾ ചിലർ ചുമക്കാറുണ്ട്. അതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, വീടിൻ്റെ ഈശ്വരീയമായ ഗുണത്തെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് മുറിയിൽ മാറാല കെട്ടരുതെന്നാണ്. ഇത് ഒട്ടുമിക്ക പേർക്കും അറിയാം. ധനക്ലേശത്തിനും ആ വീട്ടിലെ രോഗസാന്നിധ്യത്തിനും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മുറിയുടെ 4 കോണിലോ ഏതെങ്കിലും കോണിലോ ഇങ്ങനെ ചിലന്തി വല കെട്ടിയിരിക്കുന്നത്. അത്രയുള്ള വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ദാരിദ്ര്യം തന്നെയായിരിക്കും, ബാധ്യത തന്നെയായിരിക്കും. ഇത് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചിലന്തി വലകളൊക്കെ തട്ടി മറാലകളൊക്കെ കളഞ്ഞ് വീടിൻ്റെ ജനാലയൊക്കെ തുറന്നിട്ട് നല്ലതുപോലെ കാറ്റും പ്രകാശവും ഒക്കെ വീട്ടിനുള്ളിൽ കയറുന്ന തരത്തിലേക്ക് ആക്കുക. കാര്യം വീടിനുള്ളിൽ കുറച്ച് ഊർജ്ജങ്ങളുണ്ട്. അത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് തളം കെട്ടി നിൽക്കാനുള്ള ഇടം കൊടുക്കരുത് എന്നുള്ളതാണ്. ചിലപ്പം ചില വീടുകളിൽ കണ്ടില്ലേ, എപ്പോഴും ജനാലയെല്ലാം അടച്ചിട്ടേക്കും, ഒരു തരത്തിൽ അത് തുറക്കില്ല, വല്ല എപ്പോഴും പോലും തുറക്കില്ല. അതൊക്കെ അവിടെ ഈശ്വരീയമായ ഗുണം, ആ പ്രസരണം, ഊർജ്ജങ്ങളുടെ പ്രസരണമൊക്കെ നഷ്ടപ്പെടുത്തി അവിടെ എപ്പോഴും രോഗങ്ങൾക്കോ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ കൂടുതൽ കാരണമാക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ധനപരമായിട്ടുള്ള ക്ലേശം അനുഭവപ്പെടുന്നവർ തീർച്ചയായിട്ടും മാറാലകൾ ഒഴിവാക്കുക. ജനലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്ന് ശുദ്ധമായിട്ടുള്ള കാറ്റ് അകത്തേക്ക് കയറുന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആറാമത്തെ കാര്യം, അർഹിക്കാത്തവർക്ക് ധനം കൊടുക്കരുത് എന്നുള്ളതാണ്. ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് അർഹിക്കാത്തവർക്ക് ധനം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല രീതികളുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. അതായത് നമ്മുടെ അടുത്ത് എപ്പോഴും ധനം കടം ചോദിക്കുന്ന ചില വ്യക്തികളുണ്ടായിരിക്കും. അവർ കടം മേടിക്കും, പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് കൊണ്ടുവരും, വീണ്ടും മേടിക്കും, കുറച്ചാൾ കൊണ്ടുവരും. ഇങ്ങനെ ഉണ്ട്. അവരുടെ ധനക്ലേശം കൊണ്ടായിരിക്കും അവർ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ ധനക്ലേശമുള്ള ആളുമായിട്ട് നിങ്ങളിങ്ങനെ നിരന്തരമായിട്ട് ധനം കൊടുത്തുള്ള സമ്പർക്കത്തിൽ ചില ഊർജ്ജങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ധനശേഷിയെ കുറയ്ക്കുന്ന, നിങ്ങൾക്ക് ബാധ്യതകൾ വരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ ധനപരമായിട്ടുള്ള കുറച്ച് ഗുണങ്ങൾ അവരിലേക്കും പോകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരം ദൈവികമായ ഊർജ്ജം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അധികം ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ സഹായിച്ചു എന്നുള്ളത് തെറ്റൊന്നുമല്ല. നമ്മൾ മനുഷ്യരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് നിരന്തരമായിട്ട് ആകുന്ന ആൾക്കാരിലേക്ക് ചെല്ലാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ചില വ്യക്തികളുണ്ട് ധനം മേടിക്കും, പിന്നെ തിരിച്ചു തരാൻ മടിയാണ്. 3, 4, 5, 6 വട്ടം ചോദിച്ചിട്ടും ഇവർ തരില്ല. അവസാനം നമ്മൾ പകുതിയൊക്കെ തിരിച്ച് വാങ്ങിച്ച് അവസാനം പൂർത്തിയായിരിക്കും. വീണ്ടും കുറച്ചാൾ കഴിയുമ്പോൾ ഇവർ വന്ന് വീണ്ടും നമ്മളടുത്ത് ചോദിക്കും. പിന്നെ നമ്മൾ മനസ്സോടെയൊക്കെ കൊടുക്കും. ഒരു തരത്തിൽ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫറിങ് ചെയ്തേക്കരുത്. ഇത്തരം ആൾക്കാർ പലപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ അംശങ്ങളായിരിക്കും തരും. പിന്നെ മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അനർഹമായിട്ടുള്ള രീതിയിൽ ധനം മേടിക്കുന്നുണ്ട്. ചിലപ്പം അത് യാചകരുടെ വേഷത്തിൽ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കള്ളം പറഞ്ഞ് അവരുടെ ആവശ്യതയൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ധനം മേടിച്ചു കൊണ്ടുപോകുക. അത് ഒരു തട്ടിപ്പാണ്. അത്തരം തട്ടിപ്പുകളിലും ചെന്നപ്പെടാതിരിക്കണം. അതായത് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് പണം കൊടുത്തോളൂ. അല്ലാതെ എന്തെങ്കിലും ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ധനത്തെ മോഷ്ടിക്കാൻ, അതൊരു മോഷണമാണ്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പണം കൊടുത്ത് നിങ്ങളുടെ ലക്ഷ്മിയുടെ ഭാവം, ആ ലക്ഷ്മി കോപത്തെ വിളിച്ചു വരുത്തരുത്. അടുത്തൊന്നെന്ന് പറഞ്ഞാൽ മദ്യപിക്കാനും
മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും പണം നമ്മൾ ഉപയോഗിക്കരുത്, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യരുത്. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ആഘോഷവേളയിൽ അവർ മദ്യപിച്ചിട്ടില്ല ഒന്നുമില്ലെങ്കിലും ചേട്ടാ ഞങ്ങൾക്ക് ഒരു കുപ്പിയെടുത്ത് സന്തോഷിക്കാനാണ്, പൈസ തരൂ എന്ന് പറയുമ്പോൾ പണം കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഈ വീട് നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ പൊതുവിൽ വരുന്നതാണ്. നിങ്ങൾ മദ്യത്തിനോ മറ്റോ ലഹരിക്കോ വേണ്ടി ധനം വിനിയോഗിക്കുന്നതും മറ്റൊരാൾക്ക് പ്രേരണയാകുന്ന തരത്തിൽ ധനത്തെ വിനിയോഗം ചെയ്യുന്നതും നിങ്ങളുടെ ധനശേഷിയെ കെടുത്തും. മാത്രമല്ല നിങ്ങളിലേക്കുള്ള വരവ് ആകർഷണത്വം ഇതോടുകൂടി കുറഞ്ഞു പോകും. നിങ്ങൾ അത്തരം ലഹരി വസ്തുക്കളൊന്നും ആർക്ക് മേടിച്ച് കൊടുക്കാൻ നിൽക്കേണ്ട. കാര്യം അത് അവരുടെ ജീവിതത്തിന് നല്ലതാണ്. അവർക്കിപ്പം അത് ഹാപ്പി നൽകുമെങ്കിൽ അവരുടെ ജീവിതത്തിന് എന്നായാലും അത് മോശമാണ്. അത്തരം കാര്യങ്ങൾക്ക് പ്രേരണ കൊടുക്കാതിരിക്കാൻ ജാഗ്രത കൊടുക്കുക. 7ാമത്തെ കാര്യം, ചൂല് മേൽപോട്ട് കുത്തരുത് എന്നുള്ളതാണ്. അതായത് നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈർക്കിലി കൊണ്ടുള്ളൊക്കെ ചൂലുകൾ ഉണ്ടാവുമല്ലോ, അത് ഏത് തരം ചൂലും ആവട്ടെ, അത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അത് ഇതെല്ലാം കഴിഞ്ഞ് അടിച്ച് തൂത്തുവാരിയിട്ട് അതിൻ്റെ ഈർക്കിലികൾ അതിൻ്റെ ചൂല് തൂക്കുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന തരത്തിലേക്ക് വയ്ക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ പ്രതികൂലമായിട്ടുള്ള എനർജി ഉണ്ടാക്കുകയും നമ്മുടെ വീട്ടിൽ ധനപരമായിട്ടുള്ള ക്ലേശത്തെയും ഒപ്പം തന്നെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള വീടുകളിൽ ധനം നഷ്ടപ്പെട്ടു പോവുക. അതും ശ്രദ്ധിക്കേണ്ടതാണ്. 8ാമത്തെ കാര്യം, ക്ഷേത്ര കടം വരുത്തരുത് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ നമ്മൾ ചിലപ്പോൾ ചില ധനമൊക്കെ കൊടുക്കാം, ഉത്സവമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അവിടുത്തെ വിശേഷാൽ പൂജകൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ ആ പൂജയെ പങ്കുകൊള്ളുന്നതിന് വേണ്ടിയിട്ട് പണം കൊടുക്കാറുണ്ട്. എന്നാൽ ചില വ്യക്തികൾ ചെയ്തൊരു കാര്യമുണ്ട്, ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവത്തിനൊക്കെ വരുമ്പോൾ അവർ പിരിവിന് വരുമല്ലോ, എന്തായാലും ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ധനം വേണം. അപ്പോൾ അവർ വലിയ തുകകളൊക്കെ എഴുതിയിടും, പറയും ഇത്രയും വലിയ തുക തരാമെന്നൊക്കെ പറയും. പക്ഷേ അവർ കൊടുക്കില്ല. പല പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും കൊടുക്കാത്തത്, പക്ഷേ അതൊരിക്കലും കൊടുക്കാതെ ഒരു ക്ഷേത്ര കടമായിട്ട് മാറും. ഈ കടം ഇങ്ങനെ കിടക്കുന്നിടത്തോളം കാലം ഇവർക്ക് ധനപരമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവാറില്ല. നമ്മളെ കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ എങ്കിൽ ആ കുറച്ച് കാശ് ക്ഷേത്രത്തിൽ കൊടുക്കുക, അതാണ് വേണ്ടത്. പിരിവിന് ആൾ വരുമ്പോൾ അവർ ചിലപ്പോൾ നിർബന്ധിച്ച് ചേട്ടാ കഴിഞ്ഞ ഞാൻ 500 രൂപയിൽ എഴുതിയത് ഇത്തവണ 1000 രൂപ ഞങ്ങൾക്ക് ഇന്ന പ്രോഗ്രാമുകളുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ അവസ്ഥ പറഞ്ഞത് ഇത്ര എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ, ഇത് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ആ ഉത്സവം എപ്പോഴാണ് ആ ചടങ്ങുകൾ നടക്കുക ആ ദിവസമെങ്കിൽ അത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, കാര്യം ക്ഷേത്രത്തിലേക്ക് കാര്യമാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. മാറ്റി വെച്ച് അത് കടാവും, അത് മറന്നു പോകും. അവർ 1-2 വട്ടം ചിലപ്പോഴൊക്കെ കോൺടാക്ട് ചെയ്യും, ചിലപ്പം കോൺടാക്ട് ചെയ്യാത്തവരുണ്ടാവും. അതോടുകൂടി നമ്മൾ അവിടെ കടം സൃഷ്ടിക്കുകയാണ്. ഇനി ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇല്ല ഈ വർഷം എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് മടക്കാം. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ 1-2 നിങ്ങളുടെ കയ്യിലുള്ള നാണയം ഇട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരിക്കലും വാഗ്ദാനം കൊടുത്തിട്ട് അത് പാലിക്കാതെ നിൽക്കരുത്. അത് ക്ഷേത്ര കടത്തിൻ്റെ ഭാഗത്തേക്ക് വരും. ഒരുപാട് പേർക്ക് സുഹൃതക്ഷയം പോലും ഉണ്ടാക്കുന്ന കാര്യമാണിത് എന്നുള്ളത് എടുത്തറിയുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ധനം നിലനിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട 8 കാരണങ്ങൾ പറഞ്ഞു. ഇനി ധനം കയ്യിലുള്ളവർക്ക് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ആരും ഇതിനെ കേട്ട് കണ്ടറിഞ്ഞ് നിൽക്കരുത്. പകരം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ തെറ്റായിട്ട് ചെയ്യാറുള്ളത് അതിനെ തിരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ കൂടി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം. നമസ്തേ.